1970 ലയൺസ് ക്ലബിൻ്റെ കീഴിൽ ജവഹർ ബാലഭവൻ എന്നൊരു സ്ഥാപനം കലാകാരന്മാർക്ക് വേണ്ടി നമ്മൾ ഇവിടെ വെള്ളയമൃഗത്ത് സ്ഥാപിക്കുകയുണ്ടായി. അവിടെ ഒരു ഭരതനാട്യം ഇൻസ്ട്രക്ടർ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഗുരു ഗോപിനാഥ്, പ്രൊഫസർ ശങ്കർകുട്ടി മാഷ്, ചന്ദ്രശേഖരൻ, രാജേശ്വരി മേനോൻ, AS മേനോൻ, വെണ്ണിയൂർ സാറ് തുടങ്ങിയ ഒട്ടനവധി പേരുടെ ഒരു ഇൻ്റർവ്യൂവിൽ 4 പ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിന് ശേഷം അവിടുത്തെ ഭരതനാട്യ ഇൻസ്ട്രക്ടറായിട്ട് എനിക്ക് ജോലി കിട്ടി. 1970. അന്ന് എൻ്റെ മൂത്ത മകന് 2 വയസ്സാണ്, വിനോദ് കുമാർ. അവൻ 1968 ജനനം. അത് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനിൽ ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ ജോലി. അവിടുത്തെ ക്വാർട്ടേഴ്സിലാണ് ആ കുട്ടി ജനിച്ചത്. അപ്പോൾ ആ കുട്ടിയെ കൊണ്ടുവന്നാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ശാസ്തമംഗലത്ത് ഒരു സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഞാൻ ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ ഈ പറയുന്ന എൻ്റെ ജീവിതവും ശാസ്തമംഗലത്തിനോട് 1970 മുതൽ കടപ്പെട്ടിരുന്നു. അതിനിടയിൽ വഞ്ചിയൂരൊരു എൻ്റെ അച്ഛൻ്റെ സ്വത്ത് വാങ്ങിച്ചപ്പോൾ എനിക്ക് സ്ഥലം കിട്ടി. അവിടെ ഒരു വീട് വെച്ച് അവിടെ താമസിക്കാൻ സാധിച്ചു. അവിടുന്ന് ബാലഭവനിൽ കുറച്ച് ദിവസം നിന്നു. 1975 വിന്ദുജാമേനോൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജനനം. ആ ജനനത്തിന് ശേഷമാണ് ഞാൻ ശാസ്തമംഗലത്ത് ഒരു വീട് വയ്ക്കുകയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ജവഹർ ബാലഭവനിലെ ക്ലാസ് ശരിക്കും ഭരതനാട്യമാണെങ്കിലും അന്ന് കേരളത്തിൻ്റെ തനത് കലയായ മോഹിനിയാട്ടം ഒരു കാരണവശാലും തിരുവനന്തപുരത്തേക്ക് പരിചിതമായിരുന്നില്ല. അങ്ങനെ മോഹിനിയാട്ടത്തിന് പ്രാധാന്യം നൽകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തിരുന്ന മോഹിനിയാട്ടം ഇൻസ്റ്റിറ്റ്യൂഷനിലെ കേരളനാട്യ അക്കാദമി എന്ന പേരിൽ 1972 എൻ്റെ പ്രിയ ശിഷ്യയായ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ മൂത്ത മകളായ ഗൗരി പാർവതിബായി തമ്പുരാട്ടി ഭദ്രദീപം കൊളുത്തി കേരളനാട്യ അക്കാദമി എന്നൊരു സ്ഥാപനം, ഒരു നൃത്ത സ്ഥാപനം എനിക്ക് 1972 തുടങ്ങാൻ സാധിച്ചു. പക്ഷേ ഈ പറയുന്ന കേരളത്തിലെ മോഹിനിയാട്ട കലയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്നില്ല. മോഹിനിയാട്ടമാണ് ഞാൻ ഐച്ഛിക വിഷയമായിട്ട് നമ്മുടെ കലാമത്തിലെടുത്തെങ്കിലും ഇവിടെ ഭരതനാട്യം മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ പോകെ പോകെ മോഹിനിയാട്ടത്തിന് പ്രാധാന്യം നൽകണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് ഒരു ഒറ്റയ്ക്കാണ് മോഹിനിയാട്ടം ഇതുവരെ ചെയ്തിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്ന എനിക്ക് 10-14 കുട്ടികളെ വെച്ച് വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ. അത് നമ്മുടെ കോർപ്പറേഷനിലെ സീനിയർ മേയറായിരുന്ന മധുസാറിൻ്റെ അച്ഛൻ പരമേശ്വര സാറ് 4 വരി എഴുതി തരികയും അതിനെ ട്യൂൺ ചെയ്ത് ഞാൻ ഒരു പന്താട്ടോടുകൂടി സെനറ്റ് ഹോളിൽ ഒരു ഗ്രൂപ്പായിട്ടും മോഹിനിയാട്ടം ഗ്രൂപ്പായിട്ടുമായിട്ട് ഞാൻ അവതരിപ്പിച്ചു. ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു ഈ പറയുന്ന മോഹിനിയാട്ടത്തിന് എങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യാനാണ് വിമല ടീച്ചർക്ക് ധൈര്യം വന്നത്. കൂട്ടത്തിൽ മൃദംഗവും മദ്ദളം, അതായത് മദ്ദളം കഥകളിക്ക് ഉപയോഗിക്കുന്ന മദ്ദളം, അതും ഞാൻ ഇതിൽ ഉപയോഗിച്ചിരുന്നു, ഇടയ്ക്ക് ഉപയോഗിച്ചിരുന്നു. ആ 2 വാദ്യങ്ങളും കൂടി ഇതൊരു പക്ഷേ പൊതുജനത്തിനും ഈ പറയുന്ന കലാകാരന്മാർക്കൊക്കെ വളരെ ഇഷ്ടമായ ഒരു പരിപാടിയായിരുന്നു അന്നത്തെ ആ പരിപാടി. അതിന് പ്രധാന കാരണം ഭൂട്ടാനിലിരിക്കുമ്പോൾ ഈ പന്ത് അടിക്കുന്നത്, അതായത് ഫുട്ബോൾ കളി കാണുന്ന എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് പോകാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഒരു പന്ത് വെച്ച് എങ്ങനെയാണ് ഓരോരുത്തരെ കൈകാര്യം ചെയ്യണമെന്ന ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വച്ച് ഞാൻ മോഹിനിയാട്ടത്തിൽ ഇരുന്നും കിടന്നും നിന്നും ഓടി പന്തുകൾ പിടിച്ച് ഒരു സെനറ്റ് ഹോൾ ഫുൾ നർത്തകികളെ കൊണ്ട് നിറയുന്ന രീതിയിൽ
ആ സ്റ്റേജ് അത്രയ്ക്ക് ഭംഗിയാക്കിയത് ഈ പറഞ്ഞ പത്രക്കാർ അങ്ങേറ്റം പ്രശംസിച്ചുകൊണ്ട് എഴുതുകയും എനിക്കത് പ്രചോദനം നൽകുകയും ചെയ്തു.